നിൽക്കുന്ന നിപ്പ് കണ്ടില്ലേ? ഞാൻ കിടക്കണം ഇവിടെ. ഓ എന്റെ ദൈവമേ, കല്യാണത്തിന് മുമ്പ് എന്തെല്ലാം വിളികളായിരുന്നു. ചക്കരെ പാനെ തേരെ പൊന്നെ. അയ്യോ വിളിച്ചിട്ടുണ്ട്, സത്യം വിളിച്ചിട്ടുണ്ട്. നിങ്ങൾ കേട്ടണം, നമ്മൾ കമ്പനിക്കാർ ഒരു പ്രോഡക്റ്റ് വിൽക്കാൻ വേണ്ടി നമ്മൾ എന്തെല്ലാം പറയും അതിനെപ്പറ്റി പറയത്തില്ലേ? അതുപോലെ പറഞ്ഞ അത് കയറി വിശ്വസിക്കാൻ കൊള്ളാം. മനുഷ്യ, ആ വീടിന്റെ കാര്യത്തിൽ ലോൺ ഇടപാടാക്കാൻ പറഞ്ഞിട്ട് എത്ര നാളായി? എനിക്ക് അതിന്റെ സൗകര്യം ഏതാ വീടിന്റെ കാര്യത്തില്? ലോകത്തുള്ള എല്ലാ മനുഷ്യർക്കും ഒരു കിടപ്പാടം വേണം. ഇപ്പൊ നമുക്ക് കിടപ്പാടില്ലേ? ഇപ്പൊ ഇരിക്കുന്നത് പഴയ വീടില്ലേ? ഞാൻ പറഞ്ഞ കാലത്ത് പഴയത് ഇവിടെ പഴതി കിടക്കാൻ പറ്റൂ, നീ കിടന്നാ മതി. അല്ലെ കിടക്കണം. എന്റെ ദൈവമേ, ലോകത്തുള്ള മണ്ടന്മാരായ കഴുതകൾക്ക് വരെ കേറി കിടക്കാൻ ഒരു കിടപ്പാടം വേണമെന്ന് ആഗ്രഹിക്കും. സുരാജ്, നിങ്ങളുടെ കാര്യം ഇപ്പൊ പറഞ്ഞ് നാക്ക് വായിലോട്ട് ഇട്ടതേ ഉള്ളൂ. അത് പിന്നെ പറയാം, കഴിയട്ടെ. സുരാജേട്ടാ, എന്തോന്ന് സുരാജ് ചേട്ടാന്ന് എന്നെക്കാളും 10, 100, 120 വയസ്സ് കൂടുതലുള്ള ഇതാണ്. അതെ, സുരാജ് എന്ന് വിളിച്ചാ മതി. സുരാജേ ഭ്രാന്തി, ഇതാരാന്നറിയാവോ? ആരെങ്കിലും ആകട്ടെ, ഈ മനുഷ്യനുണ്ടല്ലോ ബാങ്കിൽ പോയി ലോൺ റെഡിയാക്കി വീട് വെക്കണ കാര്യം പറഞ്ഞിട്ട് ഇന്ന് വരെ കേട്ടിട്ടില്ല, അറിയാവോ? എന്റെ പൊന്ന് ചേട്ടാ, നിങ്ങളെ കെട്ടിയോളല്ലേ, അങ്ങനെ ബാങ്കിൽ നിന്നൊക്കെ ഒരു ലോൺ എടുത്ത് ഒരു പുതിയ വീട് വെച്ചൂടെ? എന്റെ പൊന്ന് സാറേ, എനിക്ക് വലിയ സൗകര്യമൊന്നുമില്ല, എനിക്ക് കാര്യമില്ല. എനിക്ക് പഴയ വീട്, ഞാൻ ആ പഴയ വീട്ടിൽ കിടന്നോളാം. എന്നാലും ഒരു പുതിയ ഒരു വീട് വെക്കേണ്ടത് നല്ല കാര്യം അല്ല. നിങ്ങൾ ഏതെങ്കിലും ഒരു നല്ല എഞ്ചിനീയറെ കണ്ടൊരു പ്ലാൻ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് എഞ്ചിനീയറിംഗ് എനിക്ക് പരിചയമൊന്നുമില്ല, എനിക്ക് അതിനൊന്നും സമയമില്ല, എനിക്ക് താല്പര്യമില്ല. ഒരു കാര്യം ചെയ്യാം, എന്റെ പരിചയത്തിൽ നല്ലൊരു എഞ്ചിനീയർ ഉണ്ട്, ഞാൻ വേണമെങ്കിൽ പുള്ളിയെ പരിചയപ്പെടുത്തി തരാം. അപ്പൊ നിങ്ങൾക്ക് ഒന്ന് പോയി കണ്ട് സംസാരിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് കാര്യം നടക്കും. അങ്ങനെ പരിചയത്തിലുള്ള ചേട്ടാ പ്രശ്നം തീരുമെങ്കിൽ അങ്ങനെ അങ്ങ് തീരട്ടെ. പരിചയമുള്ള ആളുകളുണ്ടെങ്കിൽ നീ പോയി സംസാരിക്കണം, എനിക്ക് സംസാരിക്കാൻ പറ്റില്ല, എനിക്ക് സമയമില്ല, എനിക്ക് സമയമില്ല. അതുകൊണ്ടാണ് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ. പിന്നെന്താ ഞാൻ പരിചയപ്പെടുത്തി തരാം. ഇങ്ങോട്ട് വന്ന്. അതെ, ഈ വീട്ടില് വൈഫൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഒച്ചയും ബഹളമൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മളങ്ങ് മിണ്ടാതിരിക്കുക. നമ്മൾ കേട്ടിട്ടില്ലേ, നല്ല ഇടിയും മഴയൊക്കെ വരുമ്പോൾ മെയിൻ സ്വിച്ച് ഓഫ് ചെയ്യുന്നത്, അതുപോലെ അങ്ങ് ഓഫ് ചെയ്യുന്നത്. പിന്നെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ മിണ്ടായിരുന്നാ മതി, അത്രേ ഉള്ളു കാര്യം. ശരി, നമുക്ക് പൊളിക്കാം, വീട് വെക്കാം കേട്ടോ. അപ്പൊ മറ്റേ എഞ്ചിനീയറിനെ ഞാൻ പരിചയപ്പെടുത്താം, നിങ്ങൾ പുറകിലേക്ക് നിന്നോളൂ, നമ്മൾ പരിപാടി കഴിയുമ്പോൾ വരാം. എനിക്ക് വീട് വെക്കണമെന്നുണ്ട്, പക്ഷെ ഇവിടെ കാണുമ്പോൾ വെക്കാൻ തോന്നത്തില്ല. ഇത്ര നേരം ഞാൻ പറഞ്ഞിട്ട് കേട്ടില്ല. അങ്ങോട്ട് ഇവിടെ അവരെ എങ്ങനെ നിങ്ങൾ അവരെ കണ്ടോട്ട് വട്ടം കറങ്ങിക്കുമല്ലോ?